പോകാം. എഫ് എ സിയർക്ക് നമ്മൾ തുടർമാനമായിട്ട് എഫ് എ സിയർക്ക് എഴുതിയ ലേഖനമാണ് കേട്ടും പഠിച്ചും വന്നിരിക്കുന്നത്. ഇന്ന് അതേ എഫ് എ സി ലേഖനത്തിൻ്റെ അകത്തുനിന്ന് ചില വചനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഫ് എ സി ലേഖനത്തിൻ്റെ അകത്ത് 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 8-ാമത്തെ വാക്യമാണ്: ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യുന്നു, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യുന്നു. ഇവിടെ നോക്കിയോണം, തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ പറയുകയാണ്, വഞ്ചിക്കപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പോൾ ഇതിന് ശേഷം പറയുകയാണ്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ കൊയ്യും. 9-ാമത്തെ വാക്യത്തിൽ നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. അപ്പോൾ നിങ്ങൾ നോക്കിയോണം, നന്മ ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചോണം, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് ദൈവം അല്ലെങ്കിൽ നാം അത് കൊയ്യും. നോക്കിയോണം, തക്ക സമയത്ത് നാം കൊയ്യും. ഈ വാക്ക് നോക്കിയോണം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ, നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും കേട്ടും പഠിച്ചും വരികയായിരുന്നു. എന്തിനെ പറ്റിയാണ് അപ്പോസ്തലന്മാർ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ കേട്ട് വരികയായിരുന്നു. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പല പദപ്രയോഗങ്ങൾ നമ്മൾ കണ്ടു. പൗലോസ്ലീഹ പറയുന്നുണ്ട്, അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നൊക്കെ അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അതിൻ്റെ കാരണം എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഒരു വ്യക്തിയെ നോക്കി അത് പറഞ്ഞതിൻ്റെ കാരണം, അവർ ദൈവത്തിൻ്റെ സത്യവചനം വിട്ടേച്ച് അവർ വചനവിരുദ്ധമായിട്ടുള്ള പ്രാക്ടീസുകളിലേക്ക് അവർ പോയി. അപ്പം അതിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ. എന്നിട്ട് വഞ്ചിക്കപ്പെടാതിരിപ്പിന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് പൗലോസ് പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവനോ ആത്മാവിൽ കൊയ്യും എന്നവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് ഈ വിതയ്ക്കുക? നമ്മൾ വിതയ്ക്കുന്നതിൻ്റെ ഉപമയെപ്പറ്റി പലതവണ പറഞ്ഞിട്ടുണ്ടല്ലേ, വിതയ്ക്കുന്നതിനെപ്പറ്റി നമ്മൾ പല ആവർത്തി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വിത എന്നവിടെ കൊടുത്തിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയും നിങ്ങൾ വചനം കേൾക്കുകയും നമ്മൾ ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ഇതൊരിക്കലും നഷ്ടമല്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടൊരു കൂട്ടരാണ് നിങ്ങളും ഞാനും. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ ദോഷം ചെയ്താൽ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മളൊരു സഹവിശ്വാസിയോട് മാത്രമല്ല, സമൂഹത്തിൽ എവിടെയും ഒരു മനുഷ്യനോടും നമ്മൾ പകയോ ദോഷമോ വെച്ചുകൊണ്ടിരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ദൈവം വലിയൊരു നന്മ വെച്ചിട്ടുണ്ട്. എന്നാൾ ഞാൻ പറഞ്ഞിരുന്നു, ചിലപ്പോൾ നിങ്ങളിന്ന് വഴക്കുണ്ടാക്കുന്നൊരു വ്യക്തി, നിങ്ങൾക്കിപ്പോൾ ദേഷ്യമുള്ളൊരു വ്യക്തി, നിങ്ങളെ ഉപദ്രവിക്കുന്നൊരു വ്യക്തി നാളെ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ആരാധിച്ചാൽ നിങ്ങൾക്കൊന്നും മിണ്ടാൻ കഴിയത്തില്ല. അപ്പം നമുക്ക് പൊതുവിൽ ഒരിക്കലും ഒരു ശത്രുവില്ല, ഒറ്റ ശത്രുവുള്ളത് പിശാചാണ്. അപ്പോൾ ഇത് മാത്രമാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണ് വിത? നമ്മൾ പലപ്പോഴും വിത എന്ന് പറയുന്നത് സ്വോത്രകാഴ്ചയെപ്പറ്റി പലരും പറയാറുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കണം. എന്നാൽ അത് മാത്രമല്ല, ഇവിടെ വചനം പറയും, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. അപ്പം നന്മ നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്താൽ അത് ഒരു കൊയ്ത്താണ്. ഞാൻ ഇന്ന് അതിലേക്ക് വരുന്നതിനേക്കാൾ ഉപരി ഈ വിതയെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ വിതയ്ക്കുന്നവൻ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കുന്ന സമയം, ഇപ്പോൾ നിങ്ങൾ ചിലർ പറയുന്നുണ്ട്, ബ്രദറെ ഞാൻ വീട്ടിൽ എല്ലാവരും എതിർപ്പാണ്, പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥന മുടക്കാറില്ല. അല്ലെങ്കിൽ ചിലർ പറയും ജോലി സ്ഥലങ്ങളിൽ ഇരുന്ന് വചനം കേൾക്കുന്നു, എല്ലാ ദിവസവും കേൾക്കാൻ പറ്റുന്നുണ്ട്. ചിലർ യാത്രയിലാണ്. പലപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുന്നതും വചനം പറയുന്നതും ഒക്കെ നിങ്ങളിപ്പോൾ ഈ പ്രാർത്ഥനയിലെ കൂടുന്നതൊക്കെ വലിയ വെല്ലുവിളിക്കകത്തിരുന്നുണ്ട്. എന്താണ് ഈ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തൊരു സാഹചര്യം, രണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ ഒരു മാനുഷികമായിട്ടുള്ള ചിന്തകൾ, ഭാരങ്ങൾ, ഭയങ്ങൾ, സംശയങ്ങൾ, ചിന്ത ആകുലതകൾ, നിരാശകൾ, ഇതിൻ്റെ എല്ലാം ഇടയിലാണ് നമ്മൾ ആരെങ്കിലും സന്തോഷത്തോടെ സുഖമായിട്ടിരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല, റിലാക്സ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടിലേക്ക് കിടന്നുകൊണ്ട് സ്വസ്ഥമായിട്ടിരുന്നുകൊണ്ട് വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഒരു കുഴപ്പമില്ലാതെ ഇല്ല. നിങ്ങളായിരിക്കുന്ന മേഖലയ്ക്കകത്തൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലും
നമ്മൾ എന്ത് ചെയ്യുകയാണ്? കർത്താവിൻ്റെ വചനം കേൾക്കുവാനും വചനം പറയുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ ബൈബിൾ പറയുന്നു നമ്മളിതെല്ലാം വിതയ്ക്കുകയാണ്. ഇവിടെ നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകും. അപ്പം നന്മയെപ്പറ്റി അവിടെ പറയുന്നത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നെങ്കിൽ പോലും ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെയും വിതയാണ്. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് മെനക്കെട്ടിരുന്ന് സമയം കണ്ടെത്തി പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, കർത്താവേ നീ ഇത് വല്ലതും കാണുന്നുണ്ടോ? ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ വിതയാണ്. എന്തിനാ വിതയ്ക്കുന്നത്? കർത്താവിൻ്റെ നാമത്തിൽ കൊയ്യുവാൻ വേണ്ടി. ആമേൻ. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണോ? ചിലർ ഓഡിയോ കട്ടാന്നൊക്കെ പറയുന്നത് എന്തുവാ കാര്യം? സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയറാ. അപ്പോൾ എനിക്ക് വന്ന റേഞ്ചിൻ്റെ വല്ല പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് ചിലർക്ക് കിട്ടാതെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാം, നിങ്ങൾ എപ്പോഴാണ് കർത്താവ് നിങ്ങളോട് ഇടപെടുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം പ്രവാചകനായ ഏലീശ അടുക്കിലേക്ക് സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോഴേക്കും ആ ശുനീനക്കാരത്തിയായ സഹോദരി ഓടി വരുന്ന സമയത്ത് ഏലീശ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്, അവൾക്കെന്തോ ഒരു മനോവ്യസനമുണ്ട്, യഹോവ എന്നോടത് പറഞ്ഞിട്ടില്ല, അതുവരെ പറഞ്ഞിട്ടില്ല. ആ സഹോദരി ഓടി വരുന്ന സമയത്ത്, വളരെ ഭാരപ്പെട്ട് വരുന്ന സമയത്ത് എന്താ ചെയ്തിട്ടില്ല? ഏലീശയ്ക്ക് പ്രവാചകൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. പക്ഷെ അതിനുശേഷം നമുക്കെന്തോ സംഭവിച്ചു. അതിനുശേഷം ഏലീശ പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്? തൻ്റെ ബാല്യക്കാരനെ അയക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ ഒരു മറുപടിയാണ് ആ മരിച്ച കൊച്ച് എണീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ സമയങ്ങളിൽ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞില്ല, എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് എനിക്കറിയത്തില്ല. ഇപ്പോൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും വെളിപ്പെടത്തില്ല, ആ സമയത്തൊന്നും വെളിപ്പെടത്തില്ല. പക്ഷെ പിന്നീട് എപ്പോഴേലും ഏതോ ഒരു സമയത്ത് അവർക്ക് വേണ്ടി പറയുവാൻ കർത്താവ് ചിലപ്പോൾ ഒരു ആലോചന തരും. അപ്പോൾ എൻ്റെ ചിന്ത, എന്തുകൊണ്ടാണ് കർത്താവ് ആ സമയത്ത് അത് വെളിപ്പെടാത്തത്? ചിലപ്പോൾ ദൈവം നിങ്ങളെ നോക്കും. നിങ്ങൾ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന് വില കൽപ്പിക്കുന്നവരാണോ? അപ്പോൾ ഇത് ദൈവം എപ്പോഴും നമ്മളെ വാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്ന സമയം ഒരു വിതയാണ്. കർത്താവിൻ്റെ നാമത്തിൽ എന്തു ചെയ്താലും അതിന് പ്രതിഫലം ഉണ്ടെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ ജഡത്തിൽ വിതയ്ക്കുന്നവൻ, ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഈ വചനമെല്ലാം കേട്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് ചിലപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിരാശപ്പെട്ടിരിക്കുമായിരിക്കാം, ഏതെങ്കിലുമൊക്കെ പരീക്ഷയുടെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കാം, ഏതെങ്കിലുമൊക്കെ തലമുറകളുടെ ഭാവി ഓർത്ത് ഭാരപ്പെട്ടോ ഭയപ്പെട്ടോ ഇരിക്കുമായിരിക്കാം. 100,000 ചിന്ത കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാനോ ജോലി ചെയ്യാനോ സ്വസ്ഥത കാണത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ സമയം കണ്ടെത്തുവാണ്. എന്തിന്? കർത്താവിനെ പ്രാർത്ഥിക്കുവാനും വചനം കണ്ടെത്താനും. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നറിയാവോ? വിതയ്ക്കുന്നവൻ കൊയ്യും. ശ്രദ്ധിച്ചോണം, വിതയ്ക്കുന്നവനെ പറ്റി പറയുന്നു, കൊയ്യും. ഇനി ഇവിടെ നിങ്ങൾ നോക്കണം, ഈ കൊയ്ത്തിൻ്റെ സമയത്തുണ്ടാകുന്നൊരു പ്രശ്നം, കൃഷിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കൊയ്ത്ത് സമയത്ത്, അല്ലെങ്കിൽ ഈ കൃഷി നെല്ലിങ്ങനെ വളർന്ന് പൊങ്ങി നിൽക്കുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഈ കൃഷി സമയത്ത്, അതായത് വിത്ത് നന്നായിട്ട് മുളച്ച് നിൽക്കുമ്പോൾ അവരെ ഭയപ്പെടുത്തുന്നൊരു കാഴ്ചയുണ്ട്. ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? കൃഷിക്കാർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഒരു പ്രത്യേക തരം ഒരു കാഴ്ചയുണ്ട്. അതിൻ്റെ കൂടെ എന്ത് സംഭവിക്കും? അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? കള വളരും. അപ്പോൾ കള വന്നാൽ എന്നാ കുഴപ്പം? എന്താ കള വന്നാലുള്ള കുഴപ്പം എന്നാ? കണ്ടോ, അതിന്റെ മൊത്തം എന്ത് ചെയ്യും? കള വലിച്ചെടുക്കും. അപ്പോൾ അതൊരു നമുക്ക് ലാഭമുണ്ടാക്കുന്നൊരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത കൃഷിയെ ഈ കള വന്ന് എന്ത് ചെയ്യും? അപ്പം നിങ്ങൾ പലപ്പോഴും കർത്താവിൻ്റെ വചനം കേട്ട് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിലും രക്ഷപ്പെടുന്നില്ല. അതിൻ്റെ കാര്യം എന്നറിയാവോ? കള കയറിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം, നമ്മൾ വിട്ട വിതയ്ക്കകത്ത് കള കയറിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഈ കർത്താവിൻ്റെ വേലയിൽ കൊടുക്കുന്ന സമയത്ത് പലരോടും ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരു പിരിവ് പോലെയോ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ദാനം പോലെയോ ഒരിക്കലും കൊടുക്കരുത്. എവിടെയാണെങ്കിലും, നിങ്ങൾ കൂടുന്ന പള്ളിയിലോ ആലയത്തിലോ നിങ്ങൾ കൊടുക്കുന്ന ദശാംശങ്ങളായിക്കോട്ടെ, ഒരിക്കലും ഏത് പള്ളിയിലാണോ നിങ്ങൾ പോകുന്നത്, ഏത് കൂട്ടായ്മയിലാണോ പോകുന്നത്, അവിടെ കൊടുക്കുമ്പം നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിക്കോ ആ ഒരു സംഘടനയ്ക്കോ കൊടുക്കുന്ന പോലെ കൊടുക്കരുത്. കർത്താവിൻ്റെ വേലയിൽ കൊടുക്കുന്നത് പോലെ. ഞാൻ പലപ്പോഴും പറയുന്നത്, നല്ല നിലത്ത് വിതച്ചെങ്കിൽ മാത്രമേ കൊയ്യാൻ കഴിയത്തുള്ളൂ. നിങ്ങളിപ്പോൾ പറയുവാണ്, ഉദാഹരണം ഞാൻ പറയുകയാണ്, ഇപ്പോൾ കർത്താവിൻ്റെ വില കൊടുത്തിട്ട് ഞാൻ പറയും, ഞാൻ പുള്ളിക്ക് അത്രയും കൊടുത്തു, എന്നിട്ടും പുള്ളി എന്നെ മൈൻഡ് ചെയ്തില്ല. കണ്ടോ, നിങ്ങൾ തന്നെ കള കയറ്റി അതിൻ്റെ അകത്തോട്ട്. ഇതൊരു കളയാണ്.
പക്ഷേ നമ്മൾ കർത്താവിന് വില കൊടുത്തിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിലാണ് വിതച്ചിരിക്കുന്നത്, അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു മനോഭാവത്തിലാണെങ്കിൽ 100 മേനി കൊയ്യും. ഇതേപോലെ തന്നെ കർത്താവിൻ്റെ വചനം നിങ്ങൾ പറയുക എന്ന് വിചാരിച്ചു, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വിശ്വസിക്കുന്നു. ഉദാഹരണമായിട്ട് ഞാനൊരു വചനം പറയുക, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്കിപ്പോൾ ഒരു കഴിവ് കുറവാണ്, ഇന്ന കാര്യം ചെയ്യാനൊരു കഴിവോ പ്രാപ്തി എനിക്കില്ല, അതിനുള്ള ബലം എനിക്കില്ല. അപ്പം ഞാൻ പറയും എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്കത് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ ആ വചനം ഉപയോഗിക്കുകയാണ്, ഫിലിപ്പിയ ലേഖനത്തിലെ വാക്ക് ഞാൻ ഉപയോഗിക്കുക, ഫിലിപ്പിയർ 4:13. അപ്പം ഇത് ഞാൻ പറയുക, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കത് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ അകത്ത് സംശയ വിചാര ചിന്ത എല്ലാ ഭാരങ്ങളും വരും. എങ്ങനെ ഇത് ശരിയാവും, എങ്ങനെ ഇത് റെഡിയാവും എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ആ ചിന്ത പറയുക, ഇതൊന്നും ശരിയാകാൻ പോണില്ല. ഏതാ ഒരു വാഗുകൊണ്ട് വചനം പറഞ്ഞിട്ട് അതേ വാഗുകൊണ്ട് ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ കള വിതറുക. അപ്പം കള വന്നാൽ എന്നാ കുഴപ്പം എന്നൂടെ പറഞ്ഞ്, കള വന്നാൽ എന്നാ കുഴപ്പം ഒന്ന് പറഞ്ഞ്, വിത്തിൻ്റെ ഇടയ്ക്ക് കള വന്നാൽ എന്നാ പ്രശ്നം? കള മൊത്തവും വലിച്ചെടുക്കും, കള മൊത്തവും വലിച്ചെടുക്കും. തക്ക സമയത്ത് നന്നായിട്ട് കൊയ്യാൻ പറ്റത്തില്ല, കൃഷി നഷ്ടം വരും. ഇതാണ് പലർക്കും സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഈ കൊടുക്കുന്ന സമയം, കേൾക്കുന്ന വചനം, വിശ്വസിക്കുന്ന വചനം, ഇതിനൊക്കെയും നിങ്ങളുടെ മനസ്സിൽ ആദ്യം വെക്കണം, ഇതെൻ്റെ വിതയ്ക്കുന്ന സമയമാണ്. അപ്പോൾ സൂക്ഷിച്ചു വിതയ്ക്കണം. ചിലപ്പോൾ നമുക്ക് സങ്കടം വരില്ല. ഈ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് സങ്കടം വരുന്നത്. കാര്യം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൾക്കാർ എപ്പോഴും പറയും, എൻ്റെ ബ്രദറെ ഒന്നും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ഭാരമാണ്. നിങ്ങൾ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഇത് കഴിയുമ്പോൾ നാളെ വല്ലതും പോയിട്ട് ഒരു കൃഷിക്കാരനെ അങ്ങോട്ട് ഇൻ്റർവ്യൂ ചെയ്യണം. കൃഷിക്കാരോട് ചോദിക്കണം, എങ്ങനെയുണ്ട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ചോദിക്കണം, ഈ കൃഷി എങ്ങനെയുണ്ട്? ആ പുള്ളി പറയും, കുഴപ്പമൊന്നുമില്ല, ഇപ്പം കൃഷി ഞാനിപ്പോൾ വിതച്ചിട്ടിരിക്കുക, ഒരു ടെൻഷൻ, മഴ പെയ്യുമോ, പ്രതികൂലമാകുമോ, വെള്ളപ്പൊക്കം വരുമോ, ഏതെങ്കിലും വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമോ, ഒരു ടെൻഷൻ അവർക്കുണ്ട്. ഈ ടെൻഷൻ എപ്പോഴാണ് മാറുന്നറിയാവോ? ആ കൃഷി മൊത്തവും കൊയ്തെടുത്തിട്ട് കളപ്പുരയിൽ കൊണ്ടുവന്ന് ശേഖരിച്ച് വെക്കുമ്പം ഈ ടെൻഷൻ അവരെ വിട്ട് മാറിപ്പോകും. ശ്രദ്ധിച്ചോണം, ഈ ടെൻഷൻ എപ്പോഴാണ് മാറുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ആ കളപ്പുര നിറയുമ്പോഴാണ്. അതുവരെ അവർക്ക് ടെൻഷനാണ്. അപ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥനയിൽ വരുന്ന സമയത്ത്, നിങ്ങൾ വിശ്വാസത്തിൽ വരുന്ന സമയത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ടെൻഷനും ഭാരവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദറെ എനിക്ക് ഒരു രക്ഷയില്ല, വലിയ സമാധാനക്കേടാണ്, ഒരു രക്ഷയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. നിങ്ങളിപ്പം വിതയ്ക്കുന്ന സീസണിൽ നിൽക്കുവാണ്. ഈ മുള അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, കൃഷിക്കാരൻ്റെ മനസ്സിൻ്റെ അകത്തൊരു സന്തോഷമുണ്ട്. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേട്ട വിശ്വാസത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ ദിവസവും ഒരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ വിശ്വസിക്കുന്ന വചനങ്ങൾ മുള പൊട്ടി പുറത്തു വരും, എൻ്റെ ദൈവം വിശ്വസ്തൻ. ഈ സമയത്ത് നമ്മൾ കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കരുത്. ഈ സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു ചിന്തയും ഉള്ളിൻ്റെ ഉള്ളിലിട്ട് കയറ്റുവാൻ ശ്രമിക്കരുത്. എന്തുകൊണ്ടെന്നാൽ വിതയ്ക്കുന്നവനെ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വ്യക്തി വിതയ്ക്കുമ്പോൾ, ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വചനവും പ്രാർത്ഥനയും വിതയ്ക്കുകയാണ്. ആമേൻ. ഉദാഹരണമായിട്ട് നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പോലും അവർ സുവിശേഷവുമായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഭൂമിയിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് അവർ ഇറങ്ങി വന്നു. ഒന്നാലോചിച്ച് നോക്കി, അപ്പോസ്തലനായ പത്രോസ്ലീഗ മീനും പിടിച്ചുകൊണ്ട് യെരുശലേമിലെ യഹൂദിയിലോ ശമരിയിലൊക്കെ നിൽക്കേണ്ട ആൾ സുവിശേഷവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഈ സുവിശേഷവുമായിട്ട് ഇറങ്ങി തിരിച്ചാൽ എന്നാ ഗുണം? ഇന്ന് നമ്മൾ ഈ കാണുന്ന സകല വിശ്വാസി ഗോത്രത്തിൻ്റെയും അല്ലെങ്കിൽ ഗോളത്തിൻ്റെയും മുഴുവൻ തുടക്കം അപ്പോസ്തലന്മാരിൽ നിന്നാണ്. അവർ വിതച്ചതാണ് ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ നമ്മളാകുന്ന വിത്തുകൾ കൊയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾ ഏത് വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നോ നിങ്ങളുടെ അകത്ത് മടുപ്പ് വരുമ്പോൾ ഓർത്തോണം, ഒരു കൃഷിക്കാരനെ പോലെ തന്നെയാണ് നിങ്ങളുടെ മനോഭാവവും. ഇതെൻ്റെ വിതയ്ക്കുന്ന സമയമാണ്. മറുപടി കിട്ടുമോ? കിട്ടും. എപ്പോഴാണ് കിട്ടുന്നത്? തക്ക സമയത്ത് നാം കൊയ്തെടുക്കും. ഈ വചനം നോക്കിയേ, തക്ക സമയത്ത്. ഈ സമയത്ത് നിങ്ങൾ പാനിക്കാകരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥിരമാനസനായിരിക്കണം നിങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പണ്ട് ഞങ്ങൾ കോട്ടയത്ത് കൊമരകത്തൊരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. അവർ കൃഷിക്കാരാണ്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണ്. അവരെങ്ങും പോകത്തില്ല.
അവർ വിത്ത് വിതയ്ക്കുന്ന സമയത്തോ ഇത് ഇടുന്ന സമയത്തോ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അവരെങ്ങും പോകത്തില്ല. അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ അവിടെയാണ്. അവരെപ്പോൾ വിത്ത് വിതച്ചിട്ട് അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ കണ്ടത്തിൽ ഇങ്ങനെ നോക്കി, വലിയ ഏക്കറാണ് ഇങ്ങനെ കണ്ടമുണ്ട് അവർക്ക് വീടിൻ്റെ പുറകിൽ. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഓടിച്ചെന്ന് അതിൻ്റെ മടയൊക്കെ കെട്ടി അതൊക്കെ സൂക്ഷിച്ചും അതൊക്കെ നോക്കിയും കണ്ടും എന്ത് ചെയ്യും, ഇവരിങ്ങനെ ജീവിക്കുക. അപ്പോൾ അവർക്കൊരു ഇന്ന് ഇപ്പം നമ്മളാണെങ്കിൽ, ഇപ്പം ഞാനാണെങ്കിൽ ഇന്ന് വിത്തിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഓർക്കും, അയ്യോ ഞാൻ വിതച്ചായിരുന്നു, ഇനി ഇത് വളർന്നോ ഇല്ലയോ ആർക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിരമാനസരല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരു ദിവസം വചനം കേട്ട് 2 ദിവസം പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ലെങ്കിൽ നമ്മളങ്ങ് ഇട്ടേച്ചു പോകും. അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾ ആ വിത്ത് അവിടെ ഇട്ടേച്ചു പോയിട്ട് അതിനെ പരിപാലിച്ചില്ല. ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ, വചനം കൈക്കൊള്ളുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, തക്ക സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ വേണ്ടി തയ്യാറാകുന്നവരാ നിങ്ങൾ. ഒരു കാലത്തും നശിക്കത്തില്ല, ഒരു കാലത്തും നശിക്കത്തില്ല. ഇവിടെ എപ്പോഴാണ് സംഭവിക്കുന്നറിയാവോ? എന്തുകൊണ്ടാണ് അനുഗ്രഹം കാണാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കള കയറുന്നത് കൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥന കുറവല്ല, നിങ്ങൾ കള വിതയ്ക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പഠിക്കണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞാനത് പറഞ്ഞത് ഇങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ വിത്തിൻ്റെ അകത്ത് ഞാൻ തന്നെ കളയിട്ടു. ഒരു ബണ്ണർ സിസ്റ്റർ വെച്ചിട്ടുണ്ട്, ബ്രദറെ നമ്മൾ ഈ 10 കാര്യം വിശ്വാസത്തിൽ പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് നടക്കാതെ പോകുന്നത്? ഒരു സഹോദരി പണ്ട് ചോദിച്ചാൽ, നമ്മൾ ഇത്രയും വിശ്വാസം പറഞ്ഞിട്ടും ബ്രദർ പറയുന്നില്ല, അതിൻ്റെ എതിരെ പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, വിശ്വാസത്തിനല്ലേ ശക്തി എന്ന് ചോദിച്ചു. വിശ്വാസത്തിന് തന്നെയാണ് ശക്തി, പക്ഷെ കളയ്ക്കും ശക്തിയുണ്ട്. നെല്ല് നന്നായിട്ട് വളർന്നു വന്നു നിന്നാലും ആ കള പൊങ്ങി വരുമ്പോൾ ആ കളയ്ക്കൊരു ശക്തിയുണ്ട്. ഇതേപോലെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ചെയ്യുവാൻ പോകരുത്. എതിരെ ചെയ്യുവാൻ പോയാൽ എന്ത് സംഭവിക്കുന്നറിയോ? നിങ്ങൾ തന്നെ കള വെക്കുവാണ്. പിശാചല്ല, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുവാണ്? അതിന് ദോഷം ചെയ്യുകയാണ്. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കി, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. അപ്പോൾ നമ്മൾ നന്മ ചെയ്യണം. ഞാൻ ഇന്ന് ആ വാക്കിലോട്ട് വരുന്നില്ല, നമ്മൾ ഈ വിത്തുമായിട്ട് ബേസ് ചെയ്ത് അങ്ങ് പോവാം. തളർന്നു പോകാഞ്ഞാൽ, ശ്രദ്ധിച്ചാൽ, അപ്പോൾ തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ചോദ്യം വരും, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി വിശ്വസിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ ഇന്ന് ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഒരു രൂപാന്തരം വരാത്തത്? തളർന്നു പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, പറഞ്ഞ വചനം അവിടെ കിടപ്പുണ്ട്. പറഞ്ഞ വചനം അവിടെ തന്നെ കിടപ്പുണ്ട്. അത് മുളയ്ക്കും. അത് മുളയ്ക്കുന്ന സമയം വരെയുള്ള, ഞാൻ ആ വാക്യം എടുക്കാൻ വിട്ടുപോയി. പഴയ നിയമത്തിൻ്റെ വാക്യമാണ്, ഇങ്ങനെയാണ്: അഹരോൻ്റെ വടി തളർത്തു, ഇസ്രായേലിൻ്റെ പെറുപെറുപ്പ് അവസാനിച്ചു. ആ വാക്യം പെട്ടെന്ന് ഒന്നാരിൽ എടുക്കാവോ? അഹരോൻ്റെ വടി തളർത്തു, ഇസ്രായേലിൻ്റെ പെറുപെറുപ്പ് അവസാനിച്ചു എന്നൊരു വാക്യമുണ്ട്. അപ്പോൾ ഇത് വരുന്ന സമയം വരെയേ ഉള്ളൂ. ഇത് പൊങ്ങി വരുന്ന സമയം വരെയേ ഉള്ളൂ നമുക്ക് ഈ തളർച്ചയുള്ളൂ. ഇത് വളർത്താൻ നിങ്ങൾ പരിപാലിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇന്ന് എല്ലാ ദിവസവും നമ്മൾ ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. എല്ലാ ദിവസവും ദൈവം നമ്മളെ സഹായിച്ചു. റീതാ സൗകര്യ വാക്യം ഇട്ടിട്ടുണ്ടല്ലേ? സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഞാൻ ആ വാക്യം കാണിക്കാം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആ വാക്യം കാണിച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്കൊന്ന് വരാം. നോക്കി, ഇവിടെ നോക്കിയാണ്. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കേണ്ടതിന് അവരുടെ സകല പ്രഭുക്കന്മാരെയും ഗോത്രമായി ഓരോ പ്രഭുക്കന്മാരെയും വടി വീതം 12 വടി അവൻ്റെ പക്കലേക്ക് കൊണ്ടുപോയി. വടിയുടെ കൂട്ടത്തിൽ അഹരോൻ്റെ വടി ഉണ്ടായിരുന്നു. മോശയുടെ വടിയോ സാക്ഷി കൂടാരത്തിൽ വെച്ചു. പിറ്റേന്നാൾ മോശ സാക്ഷി കൂടാരത്തിലെത്തിയപ്പോൾ ലേവി ഗൃഹത്തിലുള്ള അഹരോൻ്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു, പൂത്തു, ബദാം കായ്ച്ചു. ശ്രദ്ധിച്ചോണം. ഇവിടെ നിങ്ങൾ ഈ വചനം നോക്കിയോണം. തൊട്ട് മുകളിലത്തെ ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ നോക്കണം. ഇസ്രായേൽ മക്കളിൽ യഹോവ പിന്നെയും മോശ അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഗോത്രമായി സകല പ്രഭുക്കന്മാരും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തൻ്റെ വടിമേൽ അവൻ്റെ പേരെഴുതണം. ലേവ്യരുടെ വടിയിലോ അഹരോൻ്റെ പേരെഴുതണം. ഓരോ ഗോത്രത്തിലെ തലവന്മാർക്കും ഓരോ വടി ഉണ്ടാകണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഇടയാകുന്ന സാക്ഷ്യത്തിൻ്റെ മുൻപാകെ ഇത് വെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളർക്കും. ശ്രദ്ധിച്ചാൽ, ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിനക്ക് വിരോധമായി പിറുപിറുക്കുന്നത് നിർത്തലാക്കും. നോക്കിക്കോണം. അപ്പോൾ പിറുപിറുപ്പ് അവിടെ ഉണ്ട്. ഇവിടെ നോക്കി, ഈ വചനം നോക്കിക്കണം.
പിറുപിറുപ്പ് അവിടെയുണ്ട്. എന്നിട്ട് പറയാണ്, മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവർ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ പ്രഭുവും വടി വീതം 12 വടി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. വടിയുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. മോശയുടെ വടി സാക്ഷി കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേന്നാൾ മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. തളിർത്തു, പൂത്തു, ബദാം കായ്ച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു പ്രോസസ്സ് ഒറ്റ രാത്രി കൊണ്ട് നടന്നതാണ്. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി തളിർത്തു, പൂത്തു, ബദാം കായ്ച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഒറ്റ രാത്രി കൊണ്ട് ഈ വേരില്ലാത്ത ഒരു വടി തളിർക്കുമോ, പൂക്കുമോ, കായ്ക്കുമോ? പറ. ഇല്ല. ഒരിക്കലും നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം വിചാരിച്ചാൽ നടക്കും. അവിടെ വചനം പറഞ്ഞ് നിങ്ങൾ നോക്കിയോ. എന്നിട്ട് പറയാണ്, യഹോവയുടെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന വടിയെ പറ്റി പറയാണ്, ആ വടി പൂത്തു. മോശയുടെ വടികളെല്ലാം യഹോവയുടെ സന്നിധിയിൽ എടുത്തു, ഇസ്രായേൽ മക്കൾ അടുക്കൽ കൊണ്ടുവന്നു. അവർ ഓരോരുത്തൻ താന്താൻ്റെ വടി എടുത്തു. എന്നിട്ട് പറയാണ്, യഹോവ മോശയുടെ അഹരോന്റെ വടി മത്സരികൾക്ക് മുമ്പിൽ ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിൻ്റെ മുമ്പിൽ തിരികെ കൊണ്ടുവെക്കുക. അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായി അവരുടെ പിറുപിറുപ്പ് ഇനി നീ ഇങ്ങനെ നിർത്തലാക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, അവര് അന്ന് മുതൽ ആ വടി തളർത്ത് പറയുകയാണ്, മത്സരികൾക്കൊരടയാളമാണ്. അപ്പം ഞാൻ ഈ തളർക്കുന്നത് വരെയേ ഉള്ളൂ എൻ്റെ മുമ്പിലുള്ള ചോദ്യങ്ങളുള്ളൂ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്കിപ്പം പറയാൻ മറുപടിയില്ല. പലരും ചോദിക്കും, ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് എന്നാ ഒന്നും കാണാൻ പറ്റാത്തത്, പ്രാർത്ഥിച്ചിട്ട് എന്നാ ഒന്നും കിട്ടാത്തത്, ഞാൻ ഇത്രയും വചനം പറഞ്ഞിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഫലം കായ്ക്കാത്തത്? ഞാൻ പറഞ്ഞ സഹോദരി, കള കയറ്റാതെ വിതയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു ദിവസം സകല മത്സരികൾക്കും ഒരടയാളം പോലെ ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി പൂത്തു, കായ്ച്ചു, ബദാം ഫലം കായ്ച്ചു. ഒരിക്കലും നടക്കത്തില്ല അല്ലേ? ലോകത്തിൽ എത്ര ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ഒരു കമ്പേൽ ഒരു ഇല വന്ന് പൂത്തും കായ്ച്ചും ഒരു ബദാം ഫലം കായ്ക്കത്തില്ല എങ്കിൽ വിതയ്ക്കുന്നവൻ്റെ ജീവിതത്തിൽ ഇപ്പോഴൊന്നും കാണുന്നില്ലെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്ന് വിട്ട വചനങ്ങൾ, ഇന്ന് കേട്ട പ്രാർത്ഥന, ഇന്ന് നിങ്ങൾ കൊടുത്ത സമയം ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ തക്ക സമയത്ത്, സമയം തട്ടത്തൊന്നുമില്ല, തക്ക സമയത്ത് നിങ്ങൾ ഫലം കണ്ടിരിക്കും. ഉറപ്പാണ്, ഫലം കണ്ടിരിക്കും. എന്താ തെളിവെന്ന് ചോദിച്ചാൽ ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നോക്കിക്കേ. നമ്മൾ ഈ ഗലാത്യനകത്ത് കണ്ടൊരു വാക്കാണ്, തക്ക സമയത്ത് അത് കൊയ്യും. അപ്പം ഇത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്യാരണ്ടിയാണ്. കൊയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്യാരണ്ടിയാണ്. അപ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് മടുപ്പുകൾ വരുമ്പോൾ, ഈ ദിവസങ്ങളിൽ ഒരു പ്രശ്നം വരുമ്പോഴല്ലേ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നേക്കുന്നത് അല്ലേ? നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ സമയത്ത് തലമുറയുടെ ഭാവി ഓർത്ത് ഭാരപ്പെട്ടിരിക്കുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലേ? എവിടെ നിൽക്കുക? ഞാൻ പറയാം, നിങ്ങളിപ്പോൾ വചനം ഒന്ന് വിതയ്ക്ക്. ആ വചനം ഒന്ന് വിതയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ആ വഴി തുറക്കുന്നത് കാണാൻ പറ്റും. ഞാൻ വീണ്ടും പറയാറില്ലേ, ചിലപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കും. ഇത് രണ്ടും എപ്പോഴും ഒരു വിശ്വാസം നോക്കിക്കോണം. ചിലപ്പോൾ പെട്ടെന്ന് ചില കാര്യം നടക്കും. നമുക്ക് ചിലപ്പോൾ ചിലരോട് അസൂയ തോന്നത്തില്ല, വിശ്വാസ ജീവിതം തോന്നും, ദൈവമേ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ വിഷയം നടക്കുന്നില്ല, എന്നേക്കാൾ മുമ്പേ വന്ന പലരുടെ അത്ഭുതവുമായിട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ആ പ്രവൃത്തി ഞാൻ പറഞ്ഞു കൊടുത്ത വചനങ്ങൾ പോലും എന്ത് ചെയ്തു പലരുടെയും ജീവിതത്തിൽ അത്ഭുതമായി മാറുന്ന കർത്താവേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, തക്ക സമയം എൻ്റെ സമയവും അവരുടെ സമയം വ്യത്യാസമായതുകൊണ്ടാണ്. ഭാരപ്പെടല്ലേ, എൻ്റെ സമയവും അവരുടെ സമയവും തമ്മിൽ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ആരെയും നോക്കരുത്. ഞാൻ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വന്ന് ആദ്യം കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്, ഒരാളെയും കമ്പയർ ചെയ്യരുത്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇവർക്കിങ്ങനെ കിട്ടിയത്? വേണ്ട, എനിക്ക് വേറെ സെപ്പറേറ്റാണ് ദൈവം വെച്ചിരിക്കുന്നത്. ദൈവം എനിക്ക് സെപ്പറേറ്റാണ് വെച്ചിരിക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിതയ്ക്കുന്നത് മുഴുവനും കൊയ്യും. അപ്പോൾ അഹരോൻ്റെ വടി തളിർത്തതുപോലെ, അത് പൂത്തതുപോലെ, ഒരു ബദാം ഉണ്ടായതുപോലെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സകല നന്മയും തുറക്കും. നിങ്ങൾ നോക്കി, അവരുടെ പിറുപിറുപ്പ് ഇനി അങ്ങനെ നിർത്തലാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും
ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കി, ഞാൻ തിരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിനക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. അപ്പം നിർത്തലാക്കുന്ന ദൈവമാകട്ടോ. നിങ്ങൾ ഈ വാക്യം നോക്കി, അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും. അപ്പം ദൈവം തിരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും. അതിൽ ഒരു ഭാരവും വേണ്ട. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങൾ തളിർക്കും, നിങ്ങൾ പൂക്കും, നിങ്ങൾ ഫലം കായ്ക്കും. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം കാണുക തന്നെ ചെയ്യുമെന്ന് പറ. ആമേൻ. അപ്പൊ നമുക്ക് ഒരു സംശയവും നമുക്ക് വേണ്ട. ഈ കാര്യത്തിൽ നമുക്ക് ഒരു സംശയം വേണ്ട. കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ സമയത്ത് ഓർത്തോണം, ഈ പ്രാർത്ഥിച്ചിട്ടൊന്നും കണ്ടില്ലെങ്കിൽ അർത്ഥം അവസാനിക്കുക എന്നല്ല അർത്ഥമല്ല കേട്ടോ. പ്രാർത്ഥിച്ചിട്ടൊന്നും കണ്ടില്ലെങ്കിൽ ഇത് അവസാനമല്ല, പകരം ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചുകൊണ്ടിരിക്കും. ഉറപ്പായിട്ടും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാനത് കൊയ്തിരിക്കും. ഞാനവിടെ അത്ഭുതം കണ്ടിരിക്കും. ഞാനവിടെ ദൈവപ്രവൃത്തി ഉണ്ടായിരിക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ കർത്താവിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവൃത്തി തലത്തിൽ കാണുക തന്നെ ചെയ്യും. അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് എനിക്ക് ഉറപ്പാണ്. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിതയ്ക്കുമ്പോൾ പറ്റുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിതയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. വിതച്ചിട്ട് ഓടിപ്പോകരുത്, വെയിറ്റ് ചെയ്യണം. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ഇന്ന് ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ ഈ വചനം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വചനത്തിൻ്റെ അകത്തുള്ള റിസൾട്ട് കാണുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഉള്ളതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ റിസൾട്ടിനെ കാണാനും ഇതിൻ്റെ റിസൾട്ട് അനുഭവിക്കുവാനും ദൈവം തക്ക സമയം എനിക്ക് വെച്ചിട്ടുണ്ട്. അപ്പം തക്ക സമയം മറന്നു പോകല്ലേ, റൈറ്റ് ടൈം മറന്നു പോകല്ലേ. ദൈവം എനിക്ക് വേണ്ടി റൈറ്റ് ടൈം വെച്ചിട്ടുണ്ട്. അതൊരിക്കലും മാറുന്ന സമയമല്ല. ഈ റൈറ്റ് ടൈമിൽ ഞാൻ ഉറപ്പായിട്ടും കർത്താവിൻ്റെ നാമത്തിൽ അത് കാണുക തന്നെ ചെയ്യും. ആമേൻ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നശിക്കത്തില്ല. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു നാളും നശിച്ചു പോകത്തില്ലെന്ന് പറ. ആമേൻ. അപ്പൊ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നശിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ, ആമേൻ. ഇന്ന് എൻ്റെ കൂടെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും. ഇന്ന് നിങ്ങളെന്ന് വിശ്വസിച്ച്, എൻ്റെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ, ഞാൻ വിതയ്ക്കുന്നതേ കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് കൊയ്യത്തുള്ളൂ. യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു നാളും നശിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയം. ഞാൻ ഇന്ന് കർത്താവിനോട് പറയുകയാണ്, ഒരു ലീലാമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൂത്ത മോളെ കർത്താവ് സ്പർശിക്കുമെന്ന് പറയുകയാണ്. മൂത്ത മോളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. വരുന്ന ദിവസങ്ങളിൽ എന്നോടൊരു കാര്യം കർത്താവ് ഓർപ്പിക്കുകയാണ്. ഒത്തിരി നിന്ന കേട്ടതാണ്. നിന്നയ്ക്കകത്തുനിന്നും ദൈവം വലിയൊരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആ മകളെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. എന്നോടൊരു വാക്ക് പറയുകയാണ്, അതിനെ ഓർത്തിനി ആകുലപ്പെടേണ്ട. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ഒരു വലിയ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവിനെ ഒരു രഞ്ജിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. രഞ്ജിനിയുടെ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ മകളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് എന്നോടൊരു വാക്ക് പറയുകയാണ്, ആ കുടുംബത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവുക. ഇങ്ങനൊരു വാക്ക് കർത്താവ് പറയുകയാണ്, ഈ ഞാൻ കാണുന്നൊരു കാഴ്ച, ആ വസ്തുവിൻ്റെ മേലേക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുകയാണ്. എനിക്കറിയത്തില്ല വസ്തുവായിട്ട് എന്നാ ബന്ധവും വിഷയമെന്ന് അറിയത്തില്ല, പക്ഷേ ആ വസ്തുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെട്ട് വലിയൊരു സ്വസ്ഥത കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് കർത്താവ് ഇന്ന് കുടുംബത്തിന് വേണ്ടി ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ കർത്താവ് എന്നെ ഒരു
പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ലെങ്കിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം? ആരാ സിസ്റ്റർ അത്? ഏറ്റെടുത്ത കർത്താവ് എന്നത് വലിയൊരു പ്രവൃത്തിയാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു ഭവനം കർത്താവിനെ കാണിക്കും. വീടിൻ്റെ പുറകിലായിട്ടൊരു പ്ലാവ് നിൽക്കുന്ന ഒരു വീടാണ്. വീടിൻ്റെ പുറകു വശത്താണ്, മുമ്പിലല്ല, പുറകിലായിട്ട് നിൽക്കുന്ന ഒരു പ്ലാവ് നിൽക്കുന്ന ഒരു വീട് ഞാൻ കാണുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടുക്കള വശത്തുനിന്നും പുറകോട്ടിറങ്ങിയാൽ റൈറ്റ് സൈഡിലായിട്ടാണ് നിൽക്കുക. അതായത് ഒരു വ്യക്തി വീടിൻ്റെ അകത്തുനിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വലത് കൈയുടെ വശത്തായിട്ട് നിൽക്കുന്ന ഒരു പ്ലാവ് നിൽക്കുന്ന ഒരു വീടിൻ്റെ പിൻവശം കർത്താവ് എന്നെ കാണിച്ചു തരുവാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, പലപ്പോഴും ആ ഒരു ഭാഗത്തോട്ട് ഇറങ്ങി നിന്ന് പലപ്പോഴും ആകുലപ്പെട്ട് നിൽക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ മകളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം പ്രത്യേകിച്ച് ആ കുടുംബത്തിൽ തലമുറകളുമായി ബന്ധപ്പെട്ട് വലിയൊരു സമാധാനം കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആരാണോ ആ കുടുംബത്തിലുള്ളത് പറയാൻ വേണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ അടയാളം ഉണ്ടോ? മക്കളുടെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുക. കർത്താവ് എന്നത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോട്ടോ. ഒരു മിനിറ്റ് ശ്രദ്ധിച്ച് കേട്ടോണം. അന്നത് ഏറ്റെടുത്തോണം. കർത്താവ് അതൊരു വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം എന്നെ കാണിക്കുകയാണ്. ഭവനത്തിൻ്റെ അകത്ത് ഒരു വീടിൻ്റെ കയറി വരുന്ന ഭാഗത്ത് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ വലതുവശത്തായിട്ട് താമസമൊന്നുമില്ല, നീണ്ടു കിടക്കുവാണ് ഒരു പറമ്പ്. പക്ഷേ ഇടതുവശത്ത് ഒത്തിരി വീടുകളുണ്ട്. അതിൻ്റെ തൊട്ടുമുള്ളൊരു പൊക്കപ്രദേശം പോലെയുള്ള സ്ഥലമാണ് ഞാൻ കാണുന്നത്. വീടിൻ്റെ അകത്തോട്ടൊരു വ്യക്തി കയറി വന്നാൽ ആ സ്റ്റെപ്പേ കയറിയാൽ ഇടതുവശത്ത് താമസക്കാരുണ്ട്, വലതുവശത്ത് ഇങ്ങനെ ഒരു പറമ്പ് കിടക്കുവാണ്. ആ വീട് കർത്താവ് എന്നെ കാണിക്കുന്നു. അങ്ങനെ ഒരു വീടുമായിട്ട് തൊട്ട് മുകളിൽ ഒരു പൊക്കപ്രദേശം പോലെ തൊട്ട് മുകളുള്ളത്. ഞാൻ ഇന്ന് ആ ഭവനത്തെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. വലിയൊരു കുരുക്കിനെ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് അഴിച്ചു മാറ്റുകയാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച വലിയൊരു ഭയപ്പാട്, എപ്പോഴും വലിയൊരു ഭയത്തിൻ്റെ അകത്തും ആകുലതയ്ക്കകത്തുമാണ് നിൽക്കുന്നത്. ഇന്ന് കർത്താവ് ആ വ്യക്തിയെ ദൈവം വിടുവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് എന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ പറഞ്ഞെന്ന് വിശ്വസിച്ചാൽ മതി. ആമേൻ എന്ന് പറഞ്ഞാൽ മതി. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേലേക്ക് ആ ഭയപ്പാട്. സിസ്റ്ററുടെ വീടാണോ അത്? സിസ്റ്ററുടെ വീടാണോ? ഇന്ന് കർത്താവ് ഇന്ന് വലിയൊരു പ്രവൃത്തി എന്ന് ചെയ്യുവാണ് യേശുവിൻ്റെ നാമത്തിൽ എന്നെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് അയക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്ന ഈ സമയത്ത് രോഗികളായിട്ട് ഭാരപ്പെടുന്നവർ, ആ നടു സംബന്ധമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൈയെടുത്ത് വെച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തിരുമുറിവ് നിങ്ങളുടെ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പോവുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഒരു കാഴ്ച കാണിക്കും. ഒരു ലെറ്റർ വന്നിട്ട് ആ ലെറ്റർ പൊട്ടിച്ച് വായിച്ചിട്ട് ഇപ്പോഴും ആ ലെറ്റർ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. വേറെ ആരെയും കാണിച്ചിട്ടില്ല. സ്വന്തമായിട്ടത് വായിച്ചു ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണും. ഒരു കറുത്ത ബാഗാണ് ഞാൻ കാണുന്നത്. ആ ബാഗിൻ്റെ അത് ഇപ്പോഴും ലെറ്റർ ഇരിപ്പുണ്ട്. ആ വാർത്ത അത് വായിച്ചതിന് ശേഷം വലിയൊരു ഭാരമാണ്, ആരോടും ഷെയർ ചെയ്യാതിരിക്കുവാണ്. ആ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, നീ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ലെറ്ററുമായി ബന്ധപ്പെട്ട് വലിയൊരു ഭാരമകത്ത് കയറിയിട്ടുണ്ട്. അത് ഓർത്തുകൊണ്ട് ഇപ്പം ദൈവസന്നിധിയിൽ ഭാരപ്പെടുകയാണ്. ഇതിന് ഭാരപ്പെടേണ്ട, ആരോടും ഷെയർ ചെയ്യേണ്ട. പക്ഷെ കർത്താവ് എന്ന വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാണ്. അതാരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ. ഒരു നിമിഷം, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആരെന്ന് വെച്ചാൽ ആ വ്യക്തി ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് വലിയൊരു അത്ഭുതമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. ഇന്ന് കർത്താവിനോട് പറയുകയാണ്. അതിനോടൊപ്പം തന്നെ ഇത് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവരല്ലാതെ ബാക്കി ആരും ഇപ്പം മ്യൂട്ട് മാറ്റണ്ട. പറയാനുള്ള വ്യക്തികൾ മാത്രം മൈക്ക് മ്യൂട്ട് മാറ്റിയാൽ മതി. ബാക്കി ആരും ഇന്ന് മ്യൂട്ട് ചെയ്യണ്ട. ഈ സമയത്ത് തന്നെ കർത്താവ് ഈ സനോജ് എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് എന്നെ കാണിച്ചിട്ട് പറയുകയാണ്. ആ മകനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു സ്പർശനം വെളിപ്പെടും. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ട് വലിയൊരു ദൈവപ്രവൃത്തി ആ മകൻ്റെ ശരീരത്തിലേക്ക് വെളിപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നു.
സനോജ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഉദരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്ന ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു രോഗസൗഖ്യത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്തോ രോഗമുള്ള ഭാഗത്തോ വേഗത്തിൽ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും നിങ്ങളുടെ മേൽ വന്നിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് കുടുംബത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ ഒരു പഴയ മതിൽ കാണിക്കും. പഴയ മതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ പൂപ്പൽ വന്നിരിക്കുന്ന, അതായത് പച്ചപ്പായൽ വന്നിരിക്കുന്ന ഒരു മതിൽ ഞാൻ കാണുവാണ്. പഴയ ഒരു മതിലാണ്. ആ മതിലിൻ്റെ അകത്ത് ഫിലിപ്പോസ് എന്ന് പറയുന്ന പഴയ ഒരാൾ അവിടെ ഉണ്ടായിരുന്നൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. പഴയ ഒരു മതിലാണ് കാണുന്നത്. ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു പിതാവ് ഉണ്ടായിരുന്ന ഒരു ഭവനമാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞത്, ആ വ്യക്തി നിമിത്തമുണ്ടായ ചില സ്ഥല സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, പാരമ്പര്യമായിട്ട് ഉണ്ടായ ചില പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുരുക്കുകൾ ഇപ്പോൾ ഈ നിമിഷം അഴിയുകയും വലിയൊരു ദൈവിക സമാധാനം ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ തലമുറകളുടെ മേൽ വലിയൊരു സ്വാതന്ത്ര്യത്തെ കർത്താവ് വിഷയത്തിൻ്റെ മേൽ ഇറക്കാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ വലിയ ദൈവിക സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം ഇന്ന് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, 7 വർഷമായിട്ട് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭവനം ഒത്തിരി അങ്ങ് ഭാരപ്പെട്ടു. സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് ശരിയാകുന്നില്ല. 7 വർഷമായിട്ട് കറക്റ്റ് അതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് അത് ശരിയാക്കിയിട്ട് വേണം ആ ഭവനത്തിൻ്റെ അകത്ത്, ഞാൻ പറഞ്ഞ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിങ്ങൾക്ക് അതിൻ്റെ പുതുക്കം പോലും ചെയ്യണമെങ്കിൽ ഈ ഒരു പേപ്പർ ശരിയാകണം. 7 വർഷമായിട്ട് ആ ഒരു പേപ്പറിൻ്റെ പുറകെ നടക്കുന്നത്. എന്നാൽ ഈ നിമിഷം ആ ഭാരമായിട്ടിരുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നു. എന്നിട്ട് തമ്പുരാൻ ഇനി ഓടണ്ട, ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നപ്പ ദൈവത്തിൻ്റെ അത്ഭുതം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. അപ്പം അത്ഭുതകരമായ സാക്ഷ്യത്തെ കർത്താവ് ഇന്നവിടെ ചെയ്യുന്നല്ലോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ അതോടൊപ്പം തന്നെ ഇന്ന് കർത്താവിനൊരു വാക്കിങ്ങനെ പറയുകയാണ്, പറയാൻ വേണ്ടിയാണ് ഇസ്രായ മ്യൂട്ട് മാറ്റിയത്. അതെ, ഞാൻ ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു പിതാവ് ഉണ്ടായിരുന്ന ഭവനത്തിലെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ ഇപ്പൊ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്, കേൾക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. അതെന്റെ പപ്പായ മരിച്ചു പോയതാ. ഇപ്പോ ഞങ്ങൾ ആ ഒരു സ്ഥല സംബന്ധമായിട്ട് എന്റെ മമ്മി ആ ഒരു സ്ഥലത്തിന്റെ വഴി വിഷയത്തിൽ ഒരുപാട് ഭാരപ്പെടുകയും വില്ലേജ് പഞ്ചായത്ത് മെമ്പറെ വിളിക്കുന്നു. വഴിയുടെ ഒരു വിഷയത്തിൽ ഒരു സ്ഥലത്തിന്റെ കാര്യത്തിന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്നു. ആ വിഷയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ഏറ്റെടുക്കുന്നു. എന്നോട് ഈ കാര്യം വല്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. ഞാൻ പാസ്റ്ററിനെ കണ്ടിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇത് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി. ടെസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞപ്പോൾ ഇന്ന് ശ്രദ്ധിച്ചായിരുന്നു, ഫിലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നില്ല, പേര് മാത്രമേ കാണുന്നുള്ളൂ എടുത്ത് പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല ആ പിതാവിൻ്റെ കാലത്തുണ്ടായിരുന്ന ചില വിഷയങ്ങളെ കർത്താവിൻ്റെ തൊടുവാന്ന് പറഞ്ഞു. അപ്പോൾ എത്രത്തോളം കർത്താവ് നമ്മുടെ വിഷയത്തെ അത് ഇന്ന് പരിഹാരം, ആ വിഷയത്തിന് മേൽ പരിഹാരമാണ്. ഈ ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവ് എല്ലാം അറിയുന്നു കേട്ടോ. ഞാനതാ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇതിന് വലിയ പ്രവചനാലോചനകളെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് എൻ്റെ ശരീരത്തിന് മേൽ. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കോട്ടയത്തും കൊല്ലത്തും എറണാകുളത്തും നടക്കുന്ന ഫെബ്രുവരിയിലെ മീറ്റിങ്ങിൻ്റെ പോസ്റ്ററുകൾ, അതിൻ്റെ എല്ലാ ഹോളുകളും ഓഡിറ്റോറിയത്തിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ട്. അത് ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യം വന്നിരിക്കുന്നു, എനിക്ക് കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് എൻ്റെ യേശുവെ, ഇന്ന് നമ്മൾ കേട്ട ആലോചനകൾ, വചനങ്ങൾ, ഇതൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഇന്ന് സൗഖ്യം നടക്കും. ഇന്ന് വേദന ഉള്ളവരെ കൈവച്ച് ആ വേദന പൂർണ്ണമായിട്ടും പൂർണ്ണ സൗഖ്യം കേട്ടോ, പൂർണ്ണ സൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ കൽപ്പിക്കുന്നു. അത്ഭുതകരമായ റിസൾട്ടിനെ കൽപ്പിക്കുന്ന കർത്താവേ,
അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ അപ്പ. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ അപ്പ. അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമാണല്ലോ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ അപ്പ. അങ്ങ് അത്ഭുതകരമായി തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ ഈ നിമിഷം തന്നെ കൈയോടെ വെച്ച് ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മേലെ അത്ഭുതമാണ്, അത്ഭുത സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയെന്ന് കർത്താവ്. വേദന ഇപ്പോൾ തന്നെ വിട്ടുമാറുന്നു. കൈയെടുക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നിന്ന് ഇപ്പം എന്താണോ ചെയ്യാൻ പറ്റാത്തതെന്ന് ചെയ്ത് നോക്കിക്ക്. ആ വേദന പൂർണ്ണമായും സൗഖ്യമായിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഇപ്പം തന്നെ കർത്താവിൻ്റെ സ്പർശനം അവിടെ സംഭവിച്ചിരിക്കുന്നു. അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും കർത്താവിൻ്റെ ആലോചന ഒരേ സാക്ഷ്യം ഒരേപോലെ വന്നെങ്കിൽ നിങ്ങൾ ഒരാൾ പറയുമ്പോൾ അത് ഏറ്റെടുത്താൽ മതി. ബാക്കി ആരെങ്കിലും ഇന്ന് നിങ്ങളെ ദൈവം വിടിവിച്ചതായിട്ട് കർത്താവ് തൊട്ട സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, പൂർണ്ണ സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, പറഞ്ഞോ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സംസാരിക്കുന്നേ. ഞങ്ങളുടെ മോള് ബികോം പ്രൊഫഷണൽ എന്ന് പറഞ്ഞൊരു കോഴ്സായിരുന്നു പഠിക്കുന്നേ. അവൾക്ക് ഒരു 1,30,000 രൂപ പിന്നെ ഫീസ് പെൻഡിങ് ഉണ്ടായിരുന്നു ബ്രദറെ. അപ്പൊ ഞങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇരിക്കുമ്പോ ബ്രദർ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നല്ലോ, വചനം ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഫിലിപ്പിയറിന്റെ 4:19 എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തന്റെ മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരുമെന്ന് ആ വചനം പറയാറുണ്ട്. ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, കൈ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ മോളുടെ ഫീസ് പിന്നെ ഞങ്ങൾ എങ്ങനെ നോക്കിയിട്ട് ഒരു 30,000 രൂപയെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നുള്ളൂ. ബാക്കി 1,00,000 രൂപ പെൻഡിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് പറഞ്ഞു, ഫീസ് ജനുവരി 15-ാം തീയതിക്ക് മുൻപ് കെട്ടണം, കെട്ടിയില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ ഹാൾ ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മോൾ ഒരു ദിവസം കഴിഞ്ഞ ശനിയാഴ്ച അച്ഛനാ ഇതിന്റെ ഒരു ഫീസിന്റെ ഇൻചാർജ് ഉള്ള അച്ഛൻ അതിലെ നിന്നപ്പോ മോൾ അച്ഛനെ കണ്ടു. അന്നേരം അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഫീസ് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, മോള് തിങ്കളാഴ്ച, അതായത് ഇന്ന് വന്ന് എന്നെ കണ്ടോ, ഡിസ്കൗണ്ട് ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന്റെ അടുത്ത് ചെന്നപ്പോഴേക്കും അച്ഛൻ ലെറ്റർ കൊടുത്തു, 1,00,000 രൂപ ഡിസ്കൗണ്ട് ചെയ്തു കൊടുത്തു ബ്രദറെ. 30,000 രൂപ കെട്ടിയാ മതി. അച്ഛൻ യേശു ചെയ്ത വലിയ അനുഗ്രഹത്തിന് 1,000 നന്ദി. തീർച്ചയായിട്ടും ബ്രീസ് പറഞ്ഞു, നമ്മൾ ഒരു വശത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുതുവഴി തുറക്കുന്ന ദൈവമാണ്. ഒരിക്കലും അങ്ങനെ ഇളവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം തുറന്ന വഴിക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഒരു മേഴ്സിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഒരു മേഴ്സിയുടെ മൂത്ത മകളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നും പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അപ്പൊ തന്നെ പറഞ്ഞു റോസമ്മ, അതുപോലെ ഒരു ജോണി എന്നും പറഞ്ഞായിരുന്നു. അപ്പൊ ജോണി മേഴ്സിയും റോസമ്മയുടെ മക്കളാണ്. ജോണി എന്റെ ഹസ്ബൻഡാണ്. അതുപോലെ ഇതിനു മുൻപും 2 പ്രാവശ്യം ബ്രദർ പറഞ്ഞായിരുന്നു. അതായത് ആ ബിസിനസിനെ സംബന്ധിച്ച് പറഞ്ഞതായിരുന്നു ജോണിയുടെ പേര്. ഇപ്പൊ ഞങ്ങള് ബിസിനസ് പുതിയതായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് തുടങ്ങുന്നല്ലേ? തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. അതായത് 2 പ്രാവശ്യം തുടങ്ങി പിന്നെ പൊളിഞ്ഞു പോയതാണെന്നും പിന്നീട് അത് തുടങ്ങുമെന്നും പറഞ്ഞായിരുന്നു. അത് തുടങ്ങുകയും ചെയ്തു. ഇപ്പം പിന്നെ മേഴ്സിയുടെ കാര്യം പറഞ്ഞു. മേഴ്സിയുടെ മൂത്ത മകളുടെ കാര്യം പറഞ്ഞായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ആയിരുന്നു 2 വീട്ടിലും. തീർച്ചയായിട്ടും ജസ്റ്റ് പറഞ്ഞു വെച്ചാൽ, ഇന്നലെ യൂട്യൂബിലെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് കൈമാറിയ ഒരു ആലോചനയായിരുന്നു. അവരുടെ കുടുംബത്തിലെ ആളുകളുടെ പേരുകളെ കർത്താവ് വെളിപ്പെടുത്തി ആലോചന പറഞ്ഞു. അപ്പം മുമ്പും ഇതേപോലെ തന്നെ കർത്താവ് ആ കുടുംബത്തിൽ ഇടപെട്ട 2 തവണ ബിസിനസ് ചെയ്തിട്ടും നഷ്ടം വന്ന ആൾക്ക് കർത്താവ് തൊടാൻ വേണ്ടി പോകുന്ന 3ാമതൊരു ബിസിനസ്സും കൂടെ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യും. അതൊരു അനുഗ്രഹമായി തീരുമെന്ന് കർത്താവാണ്. അപ്പോൾ അത് പറഞ്ഞത് അതാണ് സിസ്റ്റർ. അത് നിമിത്തം ഒരു 3ാമതൊരു ബിസിനസ്സിലേക്ക് ചുവട് വെച്ചു. വീണ്ടും കർത്താവ് ഇടപെട്ട് വലിയൊരു വിശാലത കർത്താവ് തരാൻ വേണ്ടി പോവാണ്. സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് അല്ല, രോഗസൗഖ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സാക്ഷിയുള്ളവർ, ഏതെങ്കിലും സാക്ഷിയുള്ളവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. കഴിഞ്ഞ ദിവസം ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ നടുവിന് വേദന, കാലിനും വേദനയായിരുന്നു. കർത്താവ് എനിക്ക് അത്ഭുത വിടുതൽ തന്നു. പ്രാർത്ഥിച്ചത്
ബ്രദറിന് നന്ദി. ദൈവത്തിന് അളവില്ലാതെ സ്തോത്രം. എത്ര ഇപ്പൊ പൂർണ്ണമായിട്ടും മാറി സിസ്റ്റർ? അത് എന്നെ കാലിന്റെ വേദന, നടുവിന് വേദന പരിപൂർണമായിട്ട് മാറി. യൂറിനറി ബ്ലാഡറിനും ഇച്ചിരി ആശ്വാസമുണ്ട്. അത് പരിപൂർണ സൗഖ്യമാകാന് ഇത് എത്ര നാളുടെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? ഈ കാലിന്റെയും നടുവിന് എത്ര നാളുടെ ബുദ്ധിമുട്ടായിരുന്നു? 7 മാസമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ വേദന ഇല്ല? ഇല്ല, വേദനയില്ല. യൂറിനറി ബ്ലാഡറിനും ഇത് കുറവുണ്ട്. പരിപൂർണമായിട്ട് അത് മാറിയില്ല. മറ്റു കാലിന്റെയും നടുവിന്റെയും വേദന പരിപൂർണമായിട്ട് ദൈവം മാറ്റി. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷി നിരസ് പറഞ്ഞു. 7 മാസമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു കാലിനും നടുവിനും. അത് പൂർണ്ണ സൗഖ്യം കൊടുത്തു. ബ്ലാഡറിന് വേദന ഉണ്ടായിരുന്നു, അതിന് മാറ്റം കൊടുത്തു. അതിൻ്റെ അർത്ഥം ആ സൗഖ്യം പൂർണ്ണമാക്കാൻ വേണ്ടി തന്നെ കർത്താവ് പ്രവർത്തിക്കും. 2 സൗഖ്യം ചെയ്ത കർത്താവ് അതും ചെയ്യും. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ പറഞ്ഞോ ബ്രദറെ, പറഞ്ഞോ. എനിക്ക് നടുവിന് ഭയങ്കര വേദന. രണ്ട് ബ്രസ്റ്റിന്റെയും വാരിയലിന് വേദന, പുറത്ത് പ്ലാസ്റ്റിക് ഭയങ്കര വേദന. എനിക്ക് പ്ലീസ് ഒന്നിക്ക് തന്നെ പ്ലീസ്. കേട്ടോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സൗകര്യക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ നിമിഷം വേദനയാൽ ഭാരപ്പെടുന്നല്ലോ, സിസ്റ്ററെ കൈയെടുത്ത് വെച്ചോ. യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം അവിടെ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അങ്ങ് തൊട്ട് ഈ നിമിഷം തന്നെ പിടിച്ചു കെട്ടിയതുപോലെ നിൽക്കട്ടെ രോഗം, ആ വേദന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇപ്പം തന്നെ വ്യത്യാസം കാണും കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷിയുള്ളവരുണ്ടെ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ, പറഞ്ഞോ. കുറച്ചു മുമ്പ് ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഇടത് സൈഡ് കുറച്ച് പൊക്കത്തിലാണ് കുറെ വീടുകൾ നിറച്ചുള്ളത്, വലത് സൈഡ് വീടൊന്നും ഇല്ലാത്തത് ഞങ്ങളുടെ വീടാണത്. ഈ പറഞ്ഞ ആലോചന സിസ്റ്ററുടെ വീടാണോ? ആ അതെ ഏറ്റെടുത്ത സിസ്റ്ററെ, കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകട്ടോ. അതെ. ആ കുടുംബത്തെ കർത്താവ് തൊടുവാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത് വലിയൊരു വ്യത്യാസത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നു മുതൽ അതിൻ്റെ അടയാളങ്ങൾ വെളിപ്പെടും കേട്ടോ. അതെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് പറഞ്ഞോ പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞോ സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞോട്ടെ? പറഞ്ഞോ സിസ്റ്ററെ. ബ്രദറെ, ഞങ്ങളുടെ മോക്ക് ഇന്ന് 6 ദിവസമായി കോവിഡ് പോസിറ്റീവാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുമുറിവുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എണീറ്റിപ്പോ തന്നെ കർത്താവ് അവളെ ബലപ്പെടുത്തി നിർത്തും എന്നെല്ലാം പ്രാർത്ഥിച്ച് 6 ദിവസവും പ്രാർത്ഥിച്ചു. പക്ഷെ ഓരോ ദിവസവും കൂടുതലായി വരുക. ഇന്ന് 103 ടെമ്പറേച്ചർ, ഭയങ്കര ചുമ. ഞാനിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് വിടുവിക്കും. ഒന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് ഒരുമിച്ച് നമ്മൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, രോഗശക്തി, രോഗബന്ധനം ഇപ്പോൾ തന്നെ ആ കോവിഡിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ആ ശരീരം വിട്ടുന്ന് മാറിപ്പോട്ടെ. ഇപ്പം തന്നെ കർത്താവെ, ആ റിസൾട്ട് അവിടെ അത്ഭുതകരമായി തന്നെ അനുകൂലമായി തന്നെ വെളിപ്പെടുന്ന നന്ദി പറയുന്നു. അങ്ങ് തൊട്ട് സൗഖ്യമാക്കി തന്നെ ഈ നിമിഷം തന്നെ ടെമ്പറേച്ചർ നോർമലാകട്ടെ. ആ രോഗാണു ശരീരം വിട്ട് ഇറങ്ങിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇപ്പം തന്നെ വ്യത്യാസം വേണം കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവര്? പറഞ്ഞോട്ടെ. പറഞ്ഞോ. പ്രൈസ് ലോർഡ്. എനിക്ക് കഴിഞ്ഞ ആഴ്ചക്ക് നാവിന്റെ അടിയിലായിട്ടേ ഒരു ചെറിയ വ്രണം പോലെ വന്നിട്ട് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ അന്ന് പ്രയറിന്റെ സമയത്ത് ഇങ്ങനെ വായിന്റെ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ തിരുമുറിവുകളാണ് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയായി വേദനയില്ല, ആ മുറിവും കംപ്ലീറ്റ് ആയിട്ട് പോയി. ആമേൻ. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ പോലെ തന്നെ വ്രണമായിട്ടിരുന്നതായിരുന്നു ആ നാവിയുടെ അടിയിൽ. പക്ഷേ കരയിച്ചു പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ കർത്താവിൻ്റെ സ്പർശനം അവിടെ ഉണ്ടായി. ഇപ്പോൾ വേദനയില്ല, ആ പാടുമില്ല, കംപ്ലീറ്റ് എല്ലാം മാറിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞോ സിസ്റ്ററെ. എനിക്ക് ഒരാഴ്ച മുമ്പ് എന്റെ ചെവിയുടെ ഈ ഇടത്തെ ചെവിയുടെ അവിടെ ഒരു വേദന വന്നിട്ട് 11 മണിയായപ്പോ പെട്ടെന്നുണ്ടായതാ. യാത്രയായപ്പോഴത്തേന് ഭയങ്കര നീരും വേദന. ആ വശം മൊത്തം നീരും വേദനയായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോഴും. അന്ന് രാത്രിയിലും പ്രാർത്ഥിച്ചു.
പിറ്റേന്നും പ്രാർത്ഥിച്ചു. അതിന്റെ പിറ്റേന്ന് നേരം വെളുത്തപ്പോ ഒരു കുഴപ്പവും ഇല്ല. ആശുപത്രിയിലൊക്കെ പോകാൻ എല്ലാരും പറഞ്ഞു, ഞാൻ പോയില്ല. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഒരു വേദനയൊന്നുമില്ല. ഒരാഴ്ചയായി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് എന്ന് പറഞ്ഞതുപോലെ തന്നെ വേദനയാൽ ഭാരപ്പെട്ട് പക്ഷെ പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, പറഞ്ഞു. ബ്രദറെ, ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ 10,000 രൂപയുടെ നൈറ്റി, ബെഡ്ഷീറ്റ്. ഇത് ജോലി അന്വേഷിച്ചിട്ട് കിട്ടണില്ല. അടുത്ത് വരും, പക്ഷെ അത് എങ്ങനെയോ പോണു തട്ടി. പിന്നെ ആണെങ്കിൽ ജോലി ചെയ്തിട്ട് ഇറങ്ങിയിട്ട് അവർ സാലറിയും തന്നിട്ടില്ല. ഇപ്പൊ 2 മാസം, നവംബർ ഡിസംബർ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ജോലി അന്വേഷിച്ചിട്ടാണെങ്കിൽ അത് കിട്ടണമില്ല. ഞാൻ വിശ്വാസത്തെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കൈയുടെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിച്ചു. ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല. 2 മാസമായിട്ട് സാലറി ഇല്ല. അപ്പൊ എനിക്ക് ചെറിയൊരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം. തീർച്ചയായിട്ടും സിസ്റ്ററെ, വിശ്വാസത്താൽ അത് ആരംഭിക്കുക. ചെറിയ ഒന്നും നമ്മൾ വായ്പ മേടിച്ചോ കടം മേടിച്ചോ വലിയതൊന്നും ചെയ്യേണ്ട. അല്പത്തിൽ വിശ്വസ്തനായിട്ട് ആ വചനം പറയുക. യഹോവ എൻ്റെ കളപ്പുരകളെയും, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 23 പറയണം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പുറകെ വരും, ഞാൻ വാരി വിതറി കൊടുക്കും. ഈ വചനങ്ങളൊക്കെയും പറഞ്ഞ് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. വർദ്ധിക്കും. കർത്താവ് അത് അനുഗ്രഹമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഒരാളും കൂടെ ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു ബ്രദറെ പറയട്ടെ? പറഞ്ഞു. ബ്രദർ ഒരു ആലോചന പറയട്ടെ. പിന്നെ ലീലാമ്മയുടെ മൂത്ത മകൾ എന്ന് ബ്രദർ ഇന്ന് പറഞ്ഞായിരുന്നു. ഞാനത് കേട്ടു ബ്രദറെ. എൻ്റെ പേരാണ് ലീലാമ്മ. എൻ്റെ മൂത്ത മോള് മൂന്നാറാണ്. അവർ ഒത്തിരി ഭാരത്തിൽ, സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുമ്പോഴും ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അവരുടെ ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുക ബ്രദറെ. അത് വിൽപ്പന നടക്കണില്ല. മൂന്നാറിൽ ഇപ്പോൾ എന്തൊക്കെയോ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ബ്രദർ പറഞ്ഞപ്പോൾ ഞാനത് എൻ്റെ വിഷയമാണ്, ഞാനത് ഏറ്റെടുത്തു ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞു. പിന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, 3 പ്രാവശ്യം എൻ്റെ കാലിൻ്റെ നഖം ഓപ്പറേറ്റ് ചെയ്തെടുത്തതാ. കുഴിനഖമാണോന്ന് ചോദിച്ചാൽ അല്ലാതെ എന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല. പക്ഷെ ഭയങ്കര വേദനയായിരിക്കും. അപ്പൊ ഡോക്ടർ 3 പ്രാവശ്യം എടുത്തു. ഇപ്പൊ അത് കഴിഞ്ഞ് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ 1.5 വർഷമായി എടുത്തിട്ട്. ഇപ്പൊ പതുക്കെ ആ നഖം കിളിച്ചു വന്ന് മുകളിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. പഴയതുപോലെ വേദന തുടങ്ങി. പക്ഷെ ഞാൻ ഡെയിലി എൻ്റെ കൈ വെച്ച് പ്രാർത്ഥിക്കും, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നു, ഈ നഖം ഇനി എടുക്കൂല എന്ന്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എനിക്ക് ഈ നഖത്തിന് വേദനയില്ല ബ്രദറെ. കർത്താവ് എനിക്ക് പരിപൂർണ സൗഖ്യം തന്നു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ തന്നെ പലപ്പോഴും എടുത്തിട്ടും വേദന മാറുന്നില്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് അത് പൂർണ്ണ സൗഖ്യം കൊടുത്തു. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ബ്രദറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ബ്രദറെ, ഇന്ന് എൻ്റെ ഭവനത്തിന് മുറ്റത്ത് ഒരു മൂർക്കം പാമ്പ് വന്ന് പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുമായിരുന്നു ബ്രദറെ. അപ്പോൾ ഞാൻ വളർത്തുന്ന ഒരു പട്ടിയുണ്ട്. പട്ടി അവൻ വളരെയധികം കുരച്ചുകൊണ്ടിരിക്കും. ഞാനിവിടെ വീട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കരയുടെ ശബ്ദം ഒത്തിരി കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഫ്രണ്ടിലത്തെ മുറ്റത്ത് തന്നെയാണ് പാമ്പ് പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. കുറെ നേരം ഇരുന്നപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കും തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനി അടുത്ത വീടുകളിലാണേലും ആണുങ്ങളായിട്ടൊന്നും ആരുമില്ല, ഓരോരുത്തരൊക്കെ ആയിട്ട് തന്നെ ഉള്ളൂ. എല്ലാരും ഈ ചുറ്റും മതിലൊക്കെ കെട്ടിയിരിക്കുന്ന എല്ലാ വീടുകളും നമുക്ക് ഓടിയും കൂടി പെട്ടെന്ന് പോകാനും പറ്റും. എനിക്ക് ഗേറ്റ് തുറക്കാനും എനിക്ക് പേടിയാ. ഗേറ്റിന്റെ അടുത്ത് തന്നെയാണ് ഈ പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുന്നത്. ആ പട്ടിയാണെങ്കിൽ അതിന്റെ മുന്നേ തന്നെ അതിനെ മുട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുരച്ചുകൊണ്ട് നിൽക്കുകയാണ് ബ്രദറെ. എനിക്ക് ഒരു 10-15 മിനിറ്റോളം എനിക്ക് എന്താ ചെയ്യേണ്ടത് ഞാനങ്ങ് സ്തംഭിച്ചങ്ങ് നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പാമ്പുകളെയും തേളുകളെയും പിന്നെ എന്റെ സാരശത്രുവിന്റെയും തലയെ തകർക്കുന്ന എൻ്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കടന്നു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പാമ്പ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പത്തി താത്തി
തന്നെ ഇഴഞ്ഞ് ഞങ്ങളുടെ വർക്ക് ഏരിയയുടെ ഉള്ളിലേക്ക് അങ്ങ് പോയി ബ്രദറെ. എന്നിട്ട് അവിടെ പാത്രങ്ങളൊക്കെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഉടനെ ഫോറസ്റ്റിലെ ഒരാളുടെ നമ്പർ ഞാൻ ഒരാളോട് ചോദിച്ചിട്ട് കിട്ടി. ആ നമ്പർ പിന്നെ ഞാൻ അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വേറെ ഒരു സ്ഥലത്താണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ. പിന്നെ സാറ് വന്നു എല്ലാം നോക്കി പാത്രങ്ങളെല്ലാം മറിച്ചൊക്കെ ഇട്ടു. ഒന്നിനെയും ആ പാമ്പിനെ കണ്ടില്ല. പാമ്പ് തന്നെ പോയി ബ്രദറെ. അത് ദൈവത്തിന് വലിയ മഹത്വം കൊടുക്കുന്നു. ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച് പാമ്പ് പോയി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും നോക്കി അങ്ങനെ പാമ്പിനെ തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു വിലാപ ഭവനമാകേണ്ട സ്ഥാനത്ത്, ദുഃഖഭവനമാകേണ്ട സ്ഥാനത്ത് കർത്താവ് അവിടെ സൂക്ഷിച്ചു. ദൈവത്തിന് വലിയ മഹത്വം ഞാൻ നൽകുന്നു. ഇനിയും പ്രാർത്ഥിക്കുക. കർത്താവ് അനർത്ഥം വരത്തില്ലെന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞ അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു വാതയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് സൂക്ഷിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ആ പ്രാർത്ഥിച്ചപ്പോ ഇപ്പൊ എന്റെ തൊണ്ടവേദന മാറി. എത്ര നാട്ടിലെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ അത്? ഒരാഴ്ചയോളായി ഭയങ്കര തൊണ്ടവേദന, മരുന്ന് കഴിച്ചിട്ടും കുറവുണ്ടായില്ല. ഇപ്പൊ കൈ വെച്ചപ്പോ സൗഖ്യം നടന്നു, പൂർണ്ണ സൗഖ്യമായി. കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞോ ഹലോ പറഞ്ഞോ സിസ്റ്ററെ, പറഞ്ഞോ പറഞ്ഞോ. നാട്ടിലാണ് അവള്. കേക്കുന്നുണ്ടോ ബ്രദറ്? പറഞ്ഞോ കേൾക്കുന്നുണ്ട്. എന്റെ കൊച്ചു നാട്ടിലാണ്. അവൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു. 9.5 ലക്ഷം രൂപ കൊടുത്തു. അവരുടെ വീട് ഇതായി പോവായിരുന്നു, ജപ്തി. അതെടുക്കാൻ വേണ്ടി പൈസ കൊടുത്തു. ഇപ്പൊ നമ്മൾ ബാക്കി പൈസ കൊടുക്കുന്ന അവരെഴുതി തരുന്നു. അവരാ കൊച്ചിനെ ചതിച്ചു. എന്റെ ആങ്ങളുടെ മക്കളായിരുന്നു. നമുക്ക് ഒരുമിച്ച് ഇത് പ്രാർത്ഥിക്കാം. കർത്താവ് അത് അത്ഭുതമായി തീരട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ അധ്വാനം നമ്മൾ തന്നെ ഭക്ഷിക്കും. അത് ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്നുള്ള വാക്യത്താൽ പ്രാർത്ഥിക്കുന്നു. എല്ലാം അപഹരിച്ചുകൊണ്ട് പോയത് മടങ്ങി വരട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റൊരാളും കൂടെ ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ, പറഞ്ഞോ. ദിവസം മുതലേ എന്റെ ചൊറിച്ചിലായിരുന്നു. അപ്പൊ ആ ചൊറിച്ചിൽ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ടും അതിന് കുറവൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ നല്ല ചൊറിച്ചിലായിരുന്നു. എന്നിട്ട് കിറിയെല്ലാം തടിക്കുകയൊക്കെ ചെയ്ത്. അന്ന് അമ്മയും കൂടെ ഉണ്ടായിരുന്നു ഈ പ്രയറിന് കയറാനായിട്ട്. അമ്മ ഉറങ്ങിപ്പോയി. അപ്പൊ ബ്രദർ പറഞ്ഞ് രോഗമുള്ള സ്ഥാനത്ത് നമ്മൾ കൈ തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ അമ്മ കടന്നുറങ്ങുമായിരുന്നു. അമ്മ കടന്നുറങ്ങിയ സമയത്ത് തന്നെ ഞാൻ കൈ തൊട്ട് പ്രാർത്ഥിച്ച് ദൈവസഹായത്താൽ സൗഖ്യം വന്ന് പിന്നീട് ഇതുവരെയൊന്നും ചൊറിയുവോ അങ്ങനെ തടിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് ക്രിസ്തു പറഞ്ഞ പോലെ തന്നെ വേദന ഉണ്ടായിരുന്നു, ചൊറിച്ചിലുണ്ടായിരുന്നു. കൈ അവിടെ വെച്ചു. ആ നിമിഷം തന്നെ അത് മാറി, പിന്നെ അത് വന്നിട്ടില്ല. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എനിക്കൊരു വചനം പറഞ്ഞു തരാനായിരുന്നു. ഏതാ ബ്രദറെ? ബ്രദറെ, ഞാൻ 10ലാ പഠിക്കുന്നത്. അപ്പൊ എനിക്ക് പരീക്ഷയാ. അപ്പൊ എനിക്ക് വചനം പറഞ്ഞു തരാൻ പഠിക്കാനായിട്ട്. മോനെ, ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യമുണ്ട് 4 എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ പരീക്ഷയിൽ ജയിക്കുമെന്നുള്ള വാക്യം എപ്പോഴും പറയണം. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റും, ഞാൻ ജയിക്കുമെന്ന് എപ്പോഴും പറയണം. ആ വചനം അത്ഭുതമാക്കി മാറ്റും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ട് സാക്ഷി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. പറഞ്ഞു. എനിക്ക് സാക്ഷിയല്ല കേട്ടോ. ഞാൻ നാളെ എന്റെ മോള് വീട്ടിന് പോവാണ് ബ്രദർ. അവളെ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, നാളെ മകൾ യാത്രയിലൊക്കെയും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കുന്നല്ലോ. അപ്പം എല്ലാ കാര്യത്തിലും, യാത്രയിലും കാലാവസ്ഥ എവിടെ ആയിക്കോട്ടെ, അത് കാലുകുത്തുന്ന കർത്താവ് അങ്ങയുടെ കൃപ പൊതിയുന്നതിന് നന്ദി പറയുന്നു. അങ്ങ് സാക്ഷ്യമാക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞാൻ തൽക്കാലം നമ്മുടെ സാക്ഷ്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. സമയം മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് നാളെ പറയാം. അപ്പോൾ നാളെ നിങ്ങൾ പറയാൻ തയ്യാറാകുക. ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.